പ്രൈസ് ദി ലോർഡ്. 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളിൽ, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ, അതു വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട അനേകം സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. അതേ ദൈവജനമേ, വിശ്വാസ ജീവിതം എളുപ്പമല്ല. അതിന് നിരവധി വെല്ലുവിളികളുണ്ട്. പൗലോസ് തിമോഥെയോസിന് എഴുതുമ്പോൾ അവനെ ദൈവത്തിന്റെ മനുഷ്യനെന്ന് വിളിക്കുന്നു. അതൊരു വിശേഷ പദവിയാകുന്നു. അത് വിട്ടോടി എന്നുള്ളതായി ഒരു ചെറിയ ശാസന നൽകുന്നു. അതെ, ഈ ശാസനകൾ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ഉപയോഗപ്രദമാണ്. അതേ, വിശ്വാസ യുദ്ധം ഉഗ്രതയോടെ യുദ്ധം ചെയ്യുക. പ്രാർത്ഥനകളിലും വചനധ്യാനത്തിലും വിശ്വാസ ജീവിതത്തിലും എല്ലാം അതിനായിട്ടുള്ള ആയുധങ്ങളാണ്. ഈ ലോകത്തിൽ പോരാടി ജീവിതം നടത്തുന്ന ഒരു ദൈവവൈതന് അവകാശമായി ലഭിക്കുന്നത് നിത്യജീവനാണ്. അങ്ങനെയെങ്കിൽ ഈ വചനങ്ങളിലൂടെ ഒക്കെ ഈ പ്രഭാതത്തിൽ സർവശക്തനായ കർത്താവ് നമ്മെ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ്. അതെ, വിശ്വാസ ജീവിതം നിരവധി വെല്ലുവിളികളോട് നാം മുൻപോട്ടോടുമ്പോൾ ലോകപരമായി ഒത്തിരി പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വന്നേക്കാം. ഒത്തിരി ചോദ്യചിഹ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വന്നേക്കാം. നമ്മെ പിന്തുടർന്ന് പിടിക്കുന്ന ഒത്തിരി ശക്തികൾ എഴുന്നേറ്റ് വന്നേക്കാം. പക്ഷേ അതിനെയെല്ലാം നീക്കിക്കൊണ്ട്, അതിനെയെല്ലാം മാറ്റിക്കൊണ്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്നതായ ഓട്ടം സ്ഥിരതയോടെ ഓടി എന്തിനെയാണ് നാം പിന്തുടരേണ്ടത്? മറ്റുള്ളതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് പിന്തുടരേണ്ടതായിട്ടുള്ള കാര്യാദികളെ പരിശുദ്ധാത്മാവിടെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിനെ ലക്ഷ്യം വെച്ച് മുൻപോട്ട് പോകുക. അതേ, നമ്മുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടേണ്ട സകല നന്മകളും സർവശക്തനായ കർത്താവ് നമുക്ക് നൽകി തരുവാനിടയായിത്തീരും. ഒരുപക്ഷെ നമ്മെ പിന്തുടരുന്ന നമ്മുടെ ജീവിതത്തെ അവകാശം പറയുന്ന ഒത്തിരി അനവധി ശക്തികൾ എഴുന്നേറ്റ് വന്നേക്കാം. പലവിധമായ വിഷയത്തിൽ, ഒരുപക്ഷെ ഭൗതികമായ തലത്തിൽ, നമ്മുടെ ദൈവഹിതമില്ലാത്ത വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ പിൻപറ്റി വരുന്ന തലങ്ങളിൽ ഉയർന്നു വന്നേക്കാം. പക്ഷെ അവിടെയൊക്കെ നാം പിന്തുടരേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ക്ഷമയോടും സൗമ്യതയോടും സ്നേഹത്തോടും വിശ്വാസത്തോടും ഭക്തിയോടും നീതിയോടും ഒക്കെ കർത്താവിന്റെ യഥാർത്ഥമായിട്ടുള്ള വഴികളിൽ ഓടുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. ഈ ലോക യാത്രകളിൽ ലഭിക്കപ്പെടേണ്ട സകല നന്മകളെയും ഒരുക്കി നൽകി ഒരു വലിയ നിത്യതയുടെ അവകാശങ്ങളെ സർവശക്തനായി നമുക്ക് നൽകും. അതിനായി നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുന്ന ക്രിസ്തുവിനെ നോക്കി ഓടുവാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക, വിശ്വാസ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുക. ഇന്നത്തെ പ്രഭാതത്തിൽ വലിയ വിടുതലുകൾ സർവശക്തനായ ദൈവം നമ്മെ നൽകട്ടെ. ഈ ലോകത്തിൽ ഒന്നും നേടിയില്ലെങ്കിലും നിത്യജീവനെ അവകാശമാക്കുന്ന തലത്തിൽ ഒരു പ്രയാണം നൽകുവാൻ, ഒരു പ്രയാണം ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.